അക്ഷരനഗരി എന്ന ഖ്യാതി കോട്ടയംകാർക്ക് സ്വന്തമാണ്. ആ സ്വകാര്യ അഹങ്കാരത്തിന് ഒരു വലിയ പങ്ക് വഹിച്ച CMS കോളേജിൻ്റെ തിരുമുറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പഠിക്കുക എന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ചിരകാല അഭിലാഷമാണ്. ഈ CMS കോളേജിൻ്റെ ഇടനാഴിയിലൂടെയാണ് ഇന്നത്തെ കാണാക്കാഴ്ച സഞ്ചരിക്കുന്നത്. കാണാക്കാഴ്ചയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ തന്നെ ആദ്യത്തെ കോളേജാണ് നമ്മുടെ CMS കോളേജ്. പഴയ സെമിനാരിയിൽ പിറവി കൊണ്ട ഈ സ്ഥാപനം ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. ചരിത്രമുറങ്ങുന്ന ഈ ഇടനാഴികളിലൂടെ നമുക്കല്പം സഞ്ചരിക്കാം. കോട്ടയത്തിൻ്റെ തിരുമുറ്റത്ത്, മീനച്ചിലാറിൻ്റെ തീരത്ത് അഹങ്കാരത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസായ CMS കോളേജ്. ആയിരത്തി 1817 CMS കോളേജ് സ്ഥാപിക്കുന്നത്. 1815 കോട്ടയത്ത് മീനച്ചിലാറിൻ്റെ തീരത്ത് നാലുകെട്ടിന് മാതൃകയിൽ ഉയർന്നു പൊങ്ങിയ ആ വലിയ കെട്ടിടത്തെ നാട്ടുകാർ കൗതുകത്തോടെ പടുത്തുവീടെന്ന് വിളിച്ചു. പിന്നീടത് പഴയ സെമിനാരി എന്നറിയപ്പെട്ടു. പുനഃസ്ഥാപിത വിദ്യാഭ്യാസം പൂർത്തിയായ കാലത്ത് മുതിർന്നവർക്ക് വേണ്ടിയാണ് ഇവിടെ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയത്. കേരളത്തിൽ കൊമേഴ്സ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 50കളുടെ അവസാനത്തോടുകൂടിയാണ്. ഇവിടെ CMS കോളേജിൽ BCom ആരംഭിക്കുന്നത് 1961 ആദ്യ കാലഘട്ടങ്ങളിൽ BCom എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതിന് ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. മറ്റൊരു അഡ്മിഷനും കിട്ടാതെ ഉള്ള കുട്ടികളായിരുന്നു BComലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ BCom പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല. ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ട്രീ 1963-64 കാലഘട്ടത്തിലെ കുട്ടികൾ വെച്ച് പരിപാലിച്ച് വളർത്തിയ ഇന്നിപ്പോൾ ഒരു വലിയ മരമായി നിൽക്കുന്ന ഈ ട്രീയെ അന്ന് BCom ട്രീ എന്നറിയപ്പെട്ടിരുന്നു. അതിൻ്റെ കീഴിൽ നിൽക്കുന്നതിന് BComകാർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. മറ്റാരെയും നിൽക്കുന്നതിനായിട്ട് അനുവദിക്കുകയുമില്ലായിരുന്നു. ഇന്ന് ഈ ഓഫീസ് ബിൽഡിങ്ങിൽ കാണുന്ന റൂം നമ്പർ 22, 25, 23, 16 ഈ റൂമുകളിലാണ് BCom പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് 1970കളൊക്കെ ആയപ്പോഴേക്കും BComലേക്ക് ഒരു ചേഞ്ച് ഉണ്ടായി. നല്ല കുട്ടികൾ വരുന്നൊരു കാലഘട്ടമായി തുടങ്ങി. 81 ഇവിടെ MCom ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് BComലേക്ക് കുട്ടികളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നായിട്ട് BCom നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ റിസർച്ച് സെൻ്ററാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ 4 റിസർച്ച് ഗൈഡുമാരുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്നുള്ള സവിശേഷത തന്നെയാണ് CMSലേക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവിടെ അഡ്മിഷൻ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇത്രയും പാരമ്പര്യമുള്ള കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സാധാരണ CMS കോളേജിലേക്ക് സ്റ്റുഡൻസ് വരുന്നില്ല. ഈ കോളേജിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മളൊരു ക്ലാസ് റൂമിനകത്തുള്ള ആ പഠനത്തിൽ നിന്നുള്ളത് മാറി ഒത്തിരി പുറത്ത് ഉള്ള ആക്ടിവിറ്റീസ്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മറ്റു കാര്യങ്ങളിലുള്ള ഇടപെടൽ, പൊതു കാര്യങ്ങളിലുള്ള ഇൻവോൾവ്മെൻറ്റ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അതോടുകൂടി വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഗുണം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. സാധാരണ ഒരു ക്ലാസ് റൂം ലേണിങ്ങിനപ്പുറത്തേക്ക് ഒരു ക്ലാസ് റൂമിൽ വെറും ബുക്ക് വായിച്ച് പഠിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് ഒരു കഴിവ് പിള്ളേർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നവർക്ക് തന്നെ അങ്ങനെ ഒരു ഫീലിംഗ് അവർക്കുണ്ട്. ഇവിടുന്ന് പോയ പല പിള്ളേരോടും ചോദിക്കും, നിങ്ങൾ ഇതിൽ നല്ല ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ മറ്റ്
കോളേജുകളിലൊക്കെ പി ജിക്ക് പോകുന്നവർ, ഈവൻ ബാംഗ്ലൂരും മദ്രാസിലൊക്കെ പി ജിക്ക് പോകുന്നവരുണ്ട്. അവരോട് നമ്മൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവിടെ എൻ്റെ വ്യത്യാസം എന്ന് ചോദിക്കും. അപ്പോൾ പറയും സാറേ അവിടെ ഇത് കൂടുതലൊക്കെ ഇതിലൊക്കെ കുറേ കൂടെ ഡിസിപ്ലിനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ വി ലവ് ദ കോളേജ്. അത് ഇപ്പം ടീച്ചേഴ്സ് ആണെങ്കിലും ജൂനിയർ ടീച്ചേഴ്സും സീനിയർ ടീച്ചേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഒരു ഭയങ്കര ഒരു ടീച്ചിങ് ഒരു ലേണിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകുക. ഒരു ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. ഒരു പക്ഷേ എങ്കിൽ CMSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരിക്കും ഏറ്റവും കൂടിയ മാർക്കോ റാങ്കുകളൊക്കെ ഒരു പക്ഷേ കോളേജിൽ കുറവായിരിക്കും കിട്ടുന്നത്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കുള്ളൊരു ഗുണം അവർക്ക് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് അവർ വലിയ പ്രശ്നം, അതായത് ഒരു ഇൻഫോർമൽ സെറ്റപ്പിൽ പഠിക്കാൻ പറ്റുന്നു. കോളേജിൻ്റെ ഗ്രേറ്റ് ഹോൾ അതും കൺസ്ട്രക്ട് ചെയ്യുന്നത് 1850 അടുത്ത കാലങ്ങൾ. ഏകദേശം 180 വർഷത്തെ ചരിത്രം തന്നെ ഈ ഗ്രേറ്റ് ഹോളിനുണ്ട്. അന്ന് ഏകദേശം 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു കെട്ടിടമെന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് CMS കോളേജിലെ ഗ്രേറ്റ് ഹോൾ എന്ന് പറയുന്നത് തികച്ചും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കെട്ടിടമായിരുന്നു. ഇവിടുത്തെ മൊത്തത്തിൽ എല്ലാ കെട്ടിടങ്ങളും എടുത്തു നോക്കിയാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇതെല്ലാം ഒരു പാശ്ചാത്യ ഒരു വാസ്തു ശില്പ രീതിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ കെട്ടിടങ്ങളുടെ അതേ മാതൃകയിലാണ് ഇതിൻ്റെ കെട്ടിടങ്ങളെല്ലാം. കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു വാസ്തു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വാസ്തുശില്പ രീതി എന്ന് പറയുന്നത് ഏറ്റവും ഉയരം കുറഞ്ഞ കെട്ടിടങ്ങളും ഏകദേശം വാതിലുകൾക്ക് 5 അടി താഴെ മാത്രം ഉയരമുള്ള വാതിലുകളാണ്. എന്നാൽ ഇവിടുത്തെ ഓരോ വാതിലുകളും എടുത്ത് നോക്കാമെങ്കിൽ നമുക്കറിയാം 15 അടിയോളം ഉയരമുള്ള വാതിലുകളാണ്. മിക്ക പഴയ കെട്ടിടങ്ങൾക്ക് എല്ലാ കെട്ടിടങ്ങളുടെ ഉയരം. വലിയ സ്തൂപങ്ങളും വലിയ തൂണുകളും വലിയ ആർച്ചുകളും ഇതിൻ്റെ ഒരു സാധാരണ രീതിയാണ്. എൻ്റെ പേര് ഷവാസ് ഷെറീഫ്. ഞാൻ ഈ കോളേജിലൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഈ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ 2009 മുതൽ ഇവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ്. എന്താണ് CMS എന്ന് ചോദിച്ചാൽ CMS ഒരു വികാരമാണ്. ഒരു വാക്കുകൾക്കപ്പുറമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ തോന്നുന്ന വികാരമാണ് എനിക്ക് CMS പറ്റി ഓർക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആയിരത്തി 1817 ആരംഭിച്ച CMS കോളേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജാണ്. റവറർ ബെഞ്ചമിൻ ബെയ്ലി ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പ്രിൻസിപ്പൽ. കുട്ടിക്കാലം മുതലേ CMS എന്ന് പറഞ്ഞ് നമുക്കൊരു ആളുടെ ഒരു വികാരം, നമുക്ക് സ്നേഹം കാണുമ്പോൾ നമുക്ക് ഇതിനോട് അറിയാതൊരു സ്നേഹം വന്നു പോയതാണ്. അങ്ങനെ +2 കഴിഞ്ഞപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നു. ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോഴും നമുക്ക് എങ്ങും പോകാൻ തോന്നിയില്ല. PG ഇവിടെ പഠിച്ചു. PG കഴിഞ്ഞപ്പോഴും നമ്മുടെ ആഗ്രഹം ഇവിടെ തന്നെ ജോലി കിട്ടണമെന്നായിരുന്നു. കാരണം CMS പഠിച്ചു കഴിഞ്ഞാൽ CMS വളർന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വേറെ എവിടെ പോയാലും നമുക്ക് ആ ഒരു സന്തോഷം കിട്ടത്തില്ല. വെറുതെ നമ്മൾ ടൗണിലൊന്ന് പോയി തിരിച്ച് നമ്മൾ ക്യാമ്പസിൽ കയറുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിനും ഒരു കുളിർമ അനുഭവപ്പെടും. അത് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാവുന്നൊരു കാര്യമാണ്. ഉച്ചയ്ക്ക് നിങ്ങൾ ടൗണിൽ പോയിട്ട് CMS കോളേജിൽ കയറി നോക്കണം, അപ്പോൾ അറിയാം അതിനൊരു വ്യത്യാസം.
അതൊരു പകലും മുഴുവൻ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഇത് വിട്ട് വേറെ എവിടെ പോകാനത്. ഇതിനിടയിലും പ്രകൃതിയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങൾ ചെന്നു. കോടാലി വെച്ച ഒരു മരത്തിൻ്റെ ബാക്കിപത്രം അവിടെ ഞങ്ങളെ വേദനിപ്പിച്ചു. വെട്ടിമാറ്റിയ മരശിലകൾ തളർത്തു നിൽക്കുന്ന മരത്തെ കൊതിയോടെ നോക്കുന്നു. വികസനത്തിൻ്റെ പേരിലാണെങ്കിലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റാണ്. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു ക്യാമ്പസ് കോട്ടയത്ത് തന്നെ എന്നല്ല കേരളത്തിൽ തന്നെ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും മരങ്ങളും ഇത്രയും ശാന്തത, മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോളേജ് എടുക്കാനും കാരണം. പിന്നെ ഞാൻ ഇവിടെ ഹോക്കി കളിക്കുന്നുണ്ട്, ഇവിടെ തന്നെ ഗ്രൗണ്ടും ഉണ്ട്, എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട്. അടിമത്തത്തിൻ്റെ ചെങ്ങലയിൽ കുരുങ്ങിക്കിടന്ന കേരളത്തിന് സാധാരണക്കാരന് പുല്ലിൻ്റെ വില പോലുമില്ലാതിരുന്ന 1817 സാഹചര്യത്തെ ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കോളേജ് ഉയർന്നു വന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായമേറിയ ക്യാമ്പസ് എന്ന സവിശേഷതയാണ് മറ്റ് ക്യാമ്പസുകളിൽ നിന്ന് CMS കോളേജിനെ വേറിട്ടു നിർത്തുന്നത്. സൈലന്റ് വാലിയിലെ പോലെ ഘോരമായ നിശബ്ദതയും യുവത്വത്തിൻ്റെ മാസ്മരികതയും പ്രകൃതിയോട് ഇഴചേരുമ്പോൾ CMS എന്ന വികാരം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോരുത്തരുടെയും ഞരമ്പുകളിലേക്ക് ഇരച്ചു കയറുന്നു. ഈ ഓർമ്മപ്പെടുത്തലുകൾ ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയെയും ഈ നാലുകെട്ടിനുള്ളിൽ തളച്ചിടുന്നു. സ്വന്തം മനസ്സിനെ ഇവിടെ പണയം വെക്കാതെ ഒരു വിദ്യാർത്ഥിക്കും CMSനോട് വിട പറയാനാവില്ല. കാരണം അവരുടെ നല്ലതും ചീത്തയുമായ പല ഓർമ്മകളിലും CMS എന്ന വികാരം തളം കെട്ടിക്കിടക്കുന്നു. CMS കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 4 വർഷം 1817 സ്റ്റാർട്ട് ചെയ്ത് 4 വർഷത്തോടെ കഴിയുമ്പോൾ 200-ാം വർഷം ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജാണിത്. ബിൽ ക്ലിൻ്റൺ ഇന്ത്യയിൽ വന്നിട്ട് പറയുകയുണ്ടായി, താജ്മഹൽ കണ്ടവരും കാണാത്തവരും എന്ന 2 വിഭാഗം ഇനിയും ലോകത്ത് ഉണ്ടാവുകയുള്ളൂ. അതുപോലെയാണ് കേരളത്തിനെ സംബന്ധിച്ച് CMS കോളേജ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഭാഗം CMS കോളേജിൽ ബന്ധപ്പെട്ട് ഒന്നെങ്കിലും സ്റ്റുഡൻ്റായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകനായിട്ട് അങ്ങനെ ആ ജീവിതത്തിലെ അതൊരു പ്രധാന ഭാഗമായി കരുതുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രകൃതിയായിട്ട് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ കഴിയുന്ന വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ ഇത്രയധികം ഒരു സാഹോദര്യം, അതാണ് ഒരു കുട്ടികളും വിദ്യാർത്ഥികളും ഒരു കുടുംബമായിട്ട് ഇവിടെ ഒരു മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. അതൊരു കുടുംബമായിട്ട് തന്നെ അധ്യാപകർ, സീനിയർ അധ്യാപകർ, ജൂനിയർ അധ്യാപകരൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ കുട്ടികൾ എല്ലാവരും ഒരു മക്കളായിട്ട് കണ്ട് ഒരു കുടുംബമായിട്ട് കണ്ട് ആ പൈതൃകം 200 വർഷത്തെ ആ പാരമ്പര്യം പൈതൃകം അതേപോലെ തനിമയോടുകൂടി നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കോളേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായിട്ട് ഞങ്ങൾ കരുതുന്നത്. ഇടനാഴികളിൽ ഉറങ്ങിക്കിടക്കുന്ന CMSൻ്റെ ചരിത്രം ഇവിടെ തീരുന്നില്ല. ബാക്കി കാണാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അതിന് അണ്ണ ഇതിനു വേണ്ടി വല്ല കഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് അണ്ണം പറയാൻ കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ
അപ്പോൾ ഇത് കിടക്കാനൊരു കിടപ്പാടം പോലും ഇല്ലാത്തതിനാൽ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞതാണ്. ചിലപ്പോൾ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം. എനിക്കൊരു കോപ്പും പറയാനില്ല. അതെ, ഇവിടുത്തെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ, ഈ ശുദ്ധവായു ശ്വസിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദവും സുഖവും മറ്റൊരിടത്തു നിന്നും നമുക്ക് കിട്ടില്ല. ഭാഗ്യം ചെയ്തവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. കാരണം ഒരു പകൽ മുഴുവൻ ഇതുപോലെ സുന്ദരമായ അന്തരീക്ഷത്തിൽ കഴിയുക ഇന്നത്തെ കാലത്ത് ഒരു വലിയ കാര്യമാണ്. CMS കോളേജിന് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഉള്ളത്. ഇന്നേക്ക് ഏകദേശം 200 വർഷം മുമ്പ് 1817 CMS മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലി ആണ് ഈ കോളേജിന് തുടക്കം കുറിച്ചത്. കാലഘട്ടം എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾ, സാംസ്കാരിക സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അടിമത്ത സമ്പ്രദായവും സാധാരണക്കാരന് മാറുമറിച്ചുകൊണ്ട് ഈ വഴിയെ സഞ്ചരിക്കുവാനുള്ള അവകാശവും ഇല്ലാതിരുന്നൊരു കാലം. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഈ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തനതായ മാറ്റങ്ങൾ വരുത്തുവാൻ ഈ തുടക്കം കുറിക്കുകയായിരുന്നു ഈ കോളേജ് അന്ന് ചെയ്തത്. 1840കളിലാണ് ഈ CMS കോളേജിൻ്റെ ഈ പുതിയ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതുവരെ താൽക്കാലികമായിട്ട് കെട്ടിടങ്ങളിലായിരുന്ന ഈ കോളേജ് ഇന്ന് നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ മിക്കതും രൂപം കൊള്ളുന്നത് 1800ൻ്റെ പകുതിയോട് അടുത്ത സമയങ്ങളിലാണ്. ഈ കാണുന്ന കോളേജ് ചാപ്പൽ അത് ഗോഥിക് ആർക്കിടെക്ചറിൽ ചെയ്ത ഒരു ദേവാലയമാണ്. ഇത് 1842ലാണ് ഇത് ആരംഭിക്കുന്നത്. ഈ കാണുന്ന കോളേജ് ഹൗസ്, അതായത് കോളേജ് പ്രിൻസിപ്പൽമാർ താമസിക്കുന്ന ഈ കെട്ടിടം, ഇത് 1818 അതിൻ്റെ ആദ്യത്തെ കെട്ടിടം പണിഞ്ഞു. പിന്നീട് പല നാളുകൾക്ക് ശേഷം 1840 നമ്മൾ ഇന്ന് കാണുന്ന ഈ കെട്ടിടം ഇവിടെ പണിയുന്നത്. സൗഹൃദത്തിൻ പുതുമലർ വിരിയിക്കാം, ആശകൾക്കായി രസക്കൂട്ടു ചാലിക്കാം, നാം ഹൃദയങ്ങൾ പങ്കുവയ്ക്കും, ഇടം വലം കൈമാറും, കൈകോർത്തു നമ്മളൊന്നാകും, അതുമെന്നും ഓർമ്മയിൽ നിറയാൻ മൃദുഹാസമോടെ നീ വരുമോ, വരുമോ, നീ വരുമോ? ശില്പം കാണാത്ത മലരിൻ മണമാ നീ വരുമോ? കണ്ടാൽ നീ മായ കനകം കണ്ണിൽ നിറദീപ ശില്പം കാണാത്ത മലരിൻ മണമാ നീ വരുമോ? CMS കോളേജ് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു ചാമുണ്ട്. അതിൽ നമുക്കത് എന്തോ അതുകൊണ്ട് എനിക്ക് വേറെ എവിടെയും ഇവിടുന്ന് വിട്ടുപോകാനൊരു മടി. അത് കാരണം ദൈവം സഹായിച്ച് ഇപ്പോഴും കോളേജിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. ഇവിടെ
CMS കോളേജിൽ ശരിക്കും ഇവിടെ വന്ന് ചേർന്നത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയാണ്. കുറേ വർഷങ്ങൾ ക്രിക്കറ്റൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് ഏതായാലും ഒരു ജോലി കിട്ടി. വളരെയധികം സന്തോഷത്തോടുകൂടി ഈ കോളേജിൻ്റെ നല്ല ഓർമ്മകളിൽ നിന്ന് എനിക്ക് വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് സ്വകാര്യ സംഭാഷണങ്ങളിൽ മാത്രമേ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ കോളേജ് മൊത്തം നൽകുന്ന ലിബറൽ എഡ്യൂക്കേഷനും മാനേജ്മെൻറ്റിൻ്റെ ആ മൃദു സമീപനവും കോളേജിൽ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമൊക്കെ തീർച്ചയായിട്ടും വളരെയധികം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ വളർച്ച നേടിയെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാലകൾ 1857 ആരംഭം കുറിക്കുന്നത്. അതിനും ഏതാണ്ട് ഏകദേശം അരനൂറ്റാണ്ട് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച കോട്ടയം കോളേജ്, അന്ന് ഈ കോളേജ് പറയപ്പെട്ടത് അങ്ങനെയാണ്. CMSൻ്റെ കോട്ടയം സിറിയൻ കോളേജ് എന്നായിരുന്നു കോളേജിൻ്റെ ഔദ്യോഗികമായ പേര്. ആദ്യം CMS കോളേജിൻ്റെ ക്യാമ്പസ് ഇപ്പോൾ പഴയ സെമിനാരി പ്രവർത്തിക്കുന്ന മീനച്ചിലാറിൻ്റെ തീരത്തുള്ള ക്യാമ്പസായിരുന്നു. അവിടെ 1838 വരെ CMS കോളേജിൻ്റെ അഥവാ കോട്ടയം കോളേജിൻ്റെ ക്യാമ്പസ് അവിടെ പ്രവർത്തിച്ചു. പിന്നെ 1840 കൂടിയാണ് ഇപ്പോഴത്തെ പുതിയ ക്യാമ്പസിലേക്ക് ഈ കോളേജ് മാറുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് എന്നുള്ള നിലയിൽ ഇന്ത്യയുടെയും കേരളത്തിലെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ മുമ്പിൽ നിൽക്കുന്ന സ്ഥാപനം എന്ന പ്രാധാന്യം ഇതിനുണ്ട്. മനസ്സേ മയങ്ങൂ, അയ്യയ്യോ അയ്യയ്യോ മനസ്സേ അരുതേ, കനവോ ദിനവോ ഏതോ കരളിൽ മധുവോ, നീയൻ വിരഹം നുകരാൻ വയ്യേ, മധുരം പകരാൻ വരില്ലേ. കേരളത്തിലെ ആദ്യ ക്യാമ്പസായ CMS കോളേജിൻ്റെ ചരിത്രമാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി കാണാക്കാഴ്ചയുടെ ഈ അധ്യായം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ചരിത്രമുറങ്ങുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, കാണാക്കാഴ്ചകൾ, ശിവശൈലം ബിൽഡിംഗ്, കോടിമത, കോട്ടയം.